ഹലോ, അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഡിന്നറായിട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള, കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ ഈ ദോശ ഉണ്ടാക്കിയെടുക്കുന്നത് മൈദ വെച്ചിട്ടാണ്. മൈദയും ഒരു മുട്ടയും വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഒരു ദോശ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ എളുപ്പം തന്നെയാണ്. അതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കി നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശ തന്നെയാണ് കേട്ടോ. നമ്മുടെ മക്കൾക്കൊക്കെ ടിഫിനിൽ കൊടുത്തയക്കാനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടും അതുപോലെ തന്നെ ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ദോശയാണ്. അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ നമ്മൾ പൊറോട്ട ഒക്കെ കഴിക്കുമല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ ഒരു ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് കിട്ടുക കേട്ടോ. അപ്പോൾ നമുക്കിതിൽ കൂടുതൽ ഇൻഗ്രീഡിയൻസും ആവശ്യമില്ല. നമുക്ക് ചോറോ തേങ്ങയോ ഒന്നും ആവശ്യമില്ല കേട്ടോ. കലക്കി അപ്പോൾ തന്നെ നമുക്ക് ചുട്ടെടുക്കാനും കൂടി പറ്റിയിട്ടുള്ള ദോശയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ്. അപ്പോൾ മൈദ അതാ 2 ഗ്ലാസ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് 2 ഗ്ലാസ് മൈദ നമ്മൾ ആ ഒരു വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പഞ്ചസാര ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. നമ്മുടെ ദോശയ്ക്ക് ചെറിയൊരു മൊരിച്ചിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പഞ്ചസാര സഹായിക്കും കേട്ടോ. അതിലേക്ക് ഞാനിതാ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുക. അടിക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് ഒരു 1/4 ഗ്ലാസ് വെച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റാം. നമ്മുടെ മാവ് അടിച്ചെടുക്കുന്ന സമയത്ത് മാവ് ഇങ്ങനെ ചൂടായിട്ട് പോവരുത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. നമ്മൾ വെള്ളം ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ആ വെള്ളം മാവും തമ്മിൽ നല്ലോണം ഒന്ന് സെറ്റായിട്ട് വരട്ടെ. ആ രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ട നമ്മുടെ മാവ് ഒത്തിരി ലൂസല്ല കേട്ടോ, ഒത്തിരി കട്ടിയിലും ഉള്ള മാവല്ല. അപ്പോൾ അതിൻ്റെ ഈ ഒരു പാകം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ദാ ഇത് മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ അതിൽ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പം ഞാൻ ദോശച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ദോശച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിക്കോട്ടെ. നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പം അതിന് ശേഷം ഇത്തിരി എണ്ണയൊക്കെ ഒന്ന് തടവിയിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അപ്പം നിങ്ങൾ ഓയിലാണോ വെളിച്ചെണ്ണയാണോ ഇനി നെയ്യാണോ നിങ്ങൾ എന്താണോ ദോശക്കല്ലിൽ ചെയ്യുന്നത് വെച്ചെങ്കിൽ അത് പുരട്ടി കൊടുത്താൽ മതി. അപ്പം ഞാൻ നല്ലെണ്ണയാണ് തേച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഇനി നമുക്ക് അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് നല്ലോണം ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ കേട്ടോ. അപ്പോൾ ഇത് പൊള്ളി വരണം. നിങ്ങൾക്ക് ഇങ്ങനെ പൊള്ളി വന്നിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ പൊള്ളി വരണം എന്നാണെങ്കിൽ ഞാനിപ്പോൾ തവി കൊണ്ട് പരത്തിയില്ലേ, അപ്പം അങ്ങനെ വല്ലാതെ അങ്ങോട്ട് പരത്തണ്ട. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് തിരിച്ചും മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് പരത്തിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് ഇത്തിരി ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. അതങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ദോശയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇവിടെ മക്കൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒത്തിരിയായിട്ട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എണ്ണ തടവി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒഴിച്ചിട്ടുള്ള ആ ഒരു അടിഭാഗം ഒന്ന് വെന്ത ശേഷം മാത്രമേ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാവുള്ളൂ. കാരണം കുറച്ചിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ അടിഭാഗം വെന്തില്ല എന്നാണെങ്കിൽ പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇനി നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മൊരിയിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് എണ്ണയൊക്കെ ഇനിയും അതിൻ്റെ മുകളിലാക്കണം എന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ഫസ്റ്റ് നമ്മൾ ചെയ്ത് കൊടുത്തല്ലോ, അപ്പം അതന്നെ ഉണ്ടാവും നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ കേട്ടോ. അപ്പോൾ അത് ഞാൻ ആദ്യം ഒഴിച്ചത് ആയിട്ടുണ്ട് കണ്ടോ. നമുക്ക് ചൂടോടെ കഴിക്കുമ്പോൾ ഒരു മൊരിഞ്ഞിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ ഉണ്ടാവുക. കുറച്ച് കഴിഞ്ഞ് നല്ലോണം ഒന്ന് ചൂടാറി വരുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുമാണ് ഉണ്ടാവുക. അപ്പം നമ്മൾ ആ ഒരു ദോശ മാറ്റിയിട്ടുണ്ട്. അപ്പം ഇനി അടുത്തതും ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലവണ്ണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്, നല്ലവണ്ണം ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് ഞാൻ കേട്ടോ. അപ്പം നിങ്ങൾക്ക് കുട്ടി കുട്ടി ദോശ ആയിട്ടാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ മാവ് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് പരത്തിയാൽ മതി കേട്ടോ. അപ്പം ഞാനിന്ന് ഇത്തിരി വലുതാക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി എണ്ണ ഒന്ന് പരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ ആ ഒരു ബ്രഷിൽ നിന്ന് ഡ്രോപ്പായിട്ട് ചാടിയത് തന്നെ ബ്രഷ് വെച്ചിട്ട് ഒന്ന് പരത്തിയിട്ടുണ്ട്, അത്ര ചെയ്തിട്ടുള്ളൂ. അപ്പം ഇനി ആ ഒരു ഭാഗം ഒന്ന് ആവട്ടെ കേട്ടോ. ആയ ശേഷം മാത്രം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം.
അപ്പൊ അത് ഒരു ഭാഗം ആയിട്ടുണ്ട്. അപ്പൊ ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആ ഒരു ചട്ടുകം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദോശ ഉണ്ടല്ലോ എല്ലാ ഭാഗവും ഒരേപോലെ നമുക്ക് വെന്ത് മൊരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും കേട്ടോ. നമ്മൾ ആ ഇട്ട ഭാഗം പിന്നെ കുറച്ച് കഴിഞ്ഞ് മറിച്ചിടല്ല, നമ്മുടെ ചട്ടുകം വെച്ചിട്ട് ജസ്റ്റ് ഒക്കെ ഒന്ന് പ്രസ് ചെയ്ത് എല്ലായിടത്തും ഒന്ന് നമ്മുടെ ദോശക്കല്ലിൽ നല്ലോണം തട്ടുന്ന രീതിയിൽ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ എണ്ണയിൽ നല്ലോണം തട്ടിയിട്ട് നല്ല മൊരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പൊ ഞാൻ അതും എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒക്കെ ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ദോശ നല്ലോണം കനം കുറഞ്ഞിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇങ്ങനെ കനം കുറച്ച് ദോശയായിരിക്കുമ്പോൾ മക്കൾക്ക് കഴിക്കാനും ഇഷ്ടമായിരിക്കും. അപ്പൊ അത് അതിന്റെ മുകളിൽ ഒരു ഇത്തിരി എണ്ണയൊന്നും തടവി കൊടുക്കുന്നുണ്ട്. അപ്പൊ അതും ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുക്കാം കേട്ടോ. അത് മറിക്കുമ്പോഴും എടുക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം തിന്നായിട്ടുള്ള ദോശയാണ് എന്നുള്ളത് കേട്ടോ. ഇത്രത്തോളം തിന്നാക്കി എടുക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മുടെ ദോശയൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മക്കൾക്ക് ടിഫിനിലും ഒക്കെ കൊടുത്തയക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ദോശ തന്നെയാണ് കേട്ടോ. കനം കുറഞ്ഞിട്ടുള്ള ദോശയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ വീഡിയോസ് കാണുന്ന പുതുതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ടും മറന്നു പോവല്ലേ കേട്ടോ. നമ്മളെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദോശയുടെ വെറൈറ്റി ആയിട്ടുള്ള ദോശയുടെ റെസിപ്പികളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഈസ്റ്റും മീനയും ഒന്നും ബേക്കിംഗ് സോഡയും ഒക്കെ ചേർക്കാതെ തന്നെ നമ്മൾ അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ളതും പഞ്ഞി പോലുള്ള ഒക്കെ അപ്പത്തിൻ്റെയും ദോശയുടെയും ഒക്കെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കണ്ട് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ഉണ്ടാക്കിയും കൂടെ നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് യൂസ്ഫുള്ളായി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കല്ലേ. വീഡിയോസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് വീഡിയോസിനെ കുറിച്ചുള്ള നിങ്ങളുടെ എന്താണ് അഭിപ്രായമെങ്കിലും നമ്മൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുകയും ചെയ്യാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശയാണ്. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് സമയമായിട്ട് തോന്നും. പക്ഷെ ഇത് നമ്മൾ സാധാരണ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇത്രയും ടൈമൊന്നും എടുക്കില്ല. നമ്മൾ ജസ്റ്റ് പൊടി എടുക്കുന്ന അതിൽ മുട്ട ഒഴിക്കുന്ന അടിച്ചുണ്ടാക്കുന്ന അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ മോൾക്ക് ഇതിലേക്ക് കൂട്ടാൻ വേണ്ടി കൊടുക്കുന്നത് തക്കാളി ചട്നിയാണ് കേട്ടോ. അപ്പം നമ്മൾ പലതരത്തിലും തക്കാളി ചട്നി ഉണ്ടാക്കാറുണ്ട്. പക്ഷെ അവളുടെ ഫേവറേറ്റ് എന്ന് പറയുന്നത് അത് ഈ രീതിക്ക് ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ. അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു തക്കാളി ചട്നി. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ തക്കാളി വാട്ടി പുഴുങ്ങിയിട്ടും എണ്ണയിലൊക്കെ വാട്ടി അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ. ഇത് ആ രീതിക്കല്ല ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ ഉണ്ടാക്കിയാലും അവൾക്ക് ഈ ഒരു ചട്നി ഇതുപോലെ ഉണ്ടാക്കിയാലാണ് അവൾക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പം ഞാൻ അവൾക്ക് ട്യൂഷനിൽ കൊണ്ടുപോകാനും ഒക്കെ കൂടിയായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.